തൃശൂർ ജില്ലയിലെ ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം അവിസ്മരണീയമായി. 43 വർഷങ്ങൾക്ക് ശേഷം പഠിച്ച സ്കൂളിൽ ഒത്തുകൂടിയത് മുംബൈ മലയാളികളടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരുമായിരുന്നു. പുതിയ കാലത്തെ വികസനവും മികച്ച പഠനാന്തരീക്ഷവും കണ്ട് മനം നിറഞ്ഞാണ് ഇവരെല്ലാം മടങ്ങിയത്. തൃശൂർ ജില്ലയിലെ ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 84 വർഷം പിന്നിടുകയാണ്. 4-5 തലമുറകളാണ് ഈ അക്ഷരമുറ്റത്ത് നിന്ന് പഠിച്ചിറങ്ങിയത്. കഴിഞ്ഞ ദിവസം നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഓർമ്മകളുടെ ക്യാൻവാസിൽ ചായം പകരാനെത്തിയത് മുംബൈ മലയാളികളടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരുമായിരുന്നു. വിദേശത്ത് നിന്നും ഇതിനായി മാത്രം പറന്നിറങ്ങിയവരും കൂട്ടത്തിലുണ്ടായിരുന്നു. ഗ്രഹാതുരത പകർന്നാടിയ ഫസ്റ്റ് ബെൽ അടിച്ചതോടെ റിട്ടയർമെന്റിന്റെ പടിവാതിക്കലെത്തി നിൽക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം മനസ്സിൽ കൗമാരം പേറിയാണ് അച്ചടക്കത്തോടെ ഹാളിൽ കയറിയത്. രാവിലെ അസംബ്ലിക്ക് ആഭരണമായി നിന്നിരുന്ന കൽപ്പടവുകൾ കാലത്തിന്റെ മുറിപ്പാടുകളേൽക്കാതെ ഇപ്പോഴും സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യപ്പടവുകളായി. ഇത്തരം വിദ്യാർത്ഥി സംഗമ വേദികളെ ഒഴിവാക്കാത്തതിന്റെ രഹസ്യം ബാലമാഷ് പങ്കുവച്ചു. ജീവിച്ചിരിക്കുമ്പോൾ അവനവന്റെ നന്മകൾ മാത്രം കേൾക്കാനുള്ള ഒരു വേദി ഈ വിദ്യാർത്ഥി സംഗമങ്ങളാണ്. അക്കാലങ്ങളിൽ സ്കൂളിൽ നിന്നും മാത്രം കിട്ടിയ അറിവുകൾ കൊണ്ട് ജീവിത നേട്ടങ്ങൾ കൈവരിച്ച തലമുറയെ കാണാനായ സന്തോഷമായിരുന്നു ലളിത ടീച്ചർക്ക്. സ്കൂളിൽ നിന്ന് മാത്രം കിട്ടിയ അറിവ് കൊണ്ട് അവർ വളരെ ഉയർന്ന സ്വന്തമായി പ്രയത്നിച്ചിട്ടാണ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ ഉന്നത നിലവാരത്തെക്കുറിച്ച് സ്കൂൾ ഹെഡ് മാസ്റ്റർ സുധീഷ് വാചാലനായി. സമീപ പ്രദേശങ്ങളിലെ അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, CBSE സ്കൂളുകളുടെ കടന്നുകയറ്റം മൂലം സ്വന്തം മക്കളെ അത്തരം വിദ്യാലയങ്ങളിലേക്ക് ചേക്കേറുകയും അവിടെയുള്ള പോരായ്മകൾ ഇപ്പോഴവർക്ക് മനസ്സിലാവുന്നത്. ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യമുള്ള പൊതുവിദ്യാലയങ്ങളിൽ നമുക്ക് സമീപത്തുണ്ട് എന്ന് ഇപ്പോഴാണ് ജനങ്ങൾ തിരിച്ചറിയുക. സമീപകാല വികസനങ്ങൾ പ്രദാനം ചെയ്ത മികച്ച പഠനാന്തരീക്ഷവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ പൂർവ്വവിദ്യാ സംഗമത്തിൽ എനിക്കൊന്ന് പറയാനുള്ളത്, ഇവിടെ ഏറ്റവും മികച്ച പഠനാന്തരീക്ഷമുണ്ട്. കൺവീനർ സന്തോഷ് മാലന്ദ്ര, ജീവൻദാസ് തുടങ്ങിയവരാണ് സംഗമത്തിന് ചുക്കാൻ പിടിച്ചത്. ഓർമ്മകളുടെ കടലാസ തോണികൾ ഒത്തുചേരലിലെ നീർച്ചാലുകളിൽ ഒഴുകി നടന്നു. പഴയ ഓട്ടോഗ്രാഫിലെ നിറം മങ്ങിയ ഏടുകളിൽ കുറിച്ചിട്ട സൗഹൃദത്തിന്റെ മഷിയടയാളങ്ങൾ തെളിഞ്ഞു വന്നു. സഹപാഠികളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് തിളങ്ങിയ കലാവിരുന്നിനെ നർമ്മത്തിൽ കലർന്ന അവതരണം കൊണ്ട് ഇരട്ടി മധുരമാക്കി. യുഗ്മഗാനങ്ങളും നൃത്തങ്ങളുമായി പൂർവ്വ സംഗമവേദി പകർന്നാടിയത് ഊഷ്മളമായ പഴയകാല സ്മരണകളാണ്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഒത്തുകൂടലിന്റെ ആവേശം അവിസ്മരണീയമാക്കിയാണ് ഇവരെല്ലാം മടങ്ങിയത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.